Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illa Allah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇബ്ലീസ് അവൻ്റെ കുതന്ത്രങ്ങൾ മേയുന്ന പദ്ധതി എങ്ങനെയാണ് പറഞ്ഞത് എന്നും അതിനെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചപ്പോൾ അതിന് ഉപയോഗിച്ച പദങ്ങളുടെ അർത്ഥമെന്താണ് എന്നുമൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഇബ്ലീസും അവൻ്റെ ശിഷ്യന്മാരായ വർഗക്കാരായ പിശാചുക്കളും നമ്മളുടെ പിന്നിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വമിൻ ഖൽഫിഹിം വമിൻ മിൻബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അവരുടെ മുൻവശങ്ങളിലൂടെയും പിന്നിലൂടെയും ഞാൻ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പിന്നിലൂടെ വഴിതെറ്റിക്കുക എന്നുള്ളത്? ഒരു പ്രാദേശികമായ സ്ഥല തരത്തിലുള്ള വീക്ഷണത്തിലൂടെ നമ്മൾ നോക്കിയാൽ നമ്മളുടെ പുറകുവശം എന്നുള്ള ദിശയായിരിക്കാം അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ കാലത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം, ആ കാലത്തെ നമുക്ക് പ്രതികൂലമായിക്കൊണ്ട് മാറ്റുകയും കഴിഞ്ഞുപോയ നമ്മളുടെ ഭൂതകാലങ്ങളിലുള്ള അനുഭവങ്ങളെ, നമ്മളുടെ ചെയ്തികളെ ഒക്കെ നമ്മളുടെ ഭാവിയെ ഏറ്റവും മോശമാക്കി മാറ്റാനുള്ള സ്വാധീനങ്ങൾ ചെലുത്തുകയും ചെയ്യും എന്ന ഒരു അർത്ഥം തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ ഖൽഫ് എന്നുള്ളത്, പിന്നിൽ എന്നുള്ളത് കാലത്തിന് വേണ്ടി, ഭൂതകാലത്തിന് വേണ്ടി ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഫജഅൽനാഹ നക്കാലൻ ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇളതൻ ലിൽ മുത്തഖീൻ, അവർക്ക് നൽകപ്പെട്ട ശിക്ഷകൾ വരാനിരിക്കുന്നവർക്കും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജീവിച്ച മനുഷ്യന്മാർക്കുമൊക്കെ എല്ലാ കാലങ്ങളിലും അതൊരു ഗുണപാഠമാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞുപോയ കാലഘട്ടം നമ്മൾക്കെല്ലാവർക്കും ഉണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മളുടെ അനുഭവങ്ങളെ ദുരനുഭവങ്ങളാക്കി മാറ്റുക, അതിനെ തിന്മയ്ക്ക് വേണ്ടി നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ളതാക്കി മാറ്റുക എന്നുള്ളത് ഇബ്ലീസിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ ഒരു തന്ത്രമാണ്. നമ്മളുടെ ഭൂതകാലം നമ്മളെ ഭാവിയെ ഒരുപാട് സ്വാധീനിക്കുന്നു എന്നുള്ളതൊരു വളരെ വ്യക്തമായ, വളരെ സരളമായൊരു സത്യമാണ്. നമ്മളൊക്കെ എന്നെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞുപോയ കാലത്ത് ഏതെങ്കിലും ഒരു നമ്മളുടെ വാഹനം, നമ്മുടെ ബൈക്കോ കാറോ ഒക്കെ എന്തെങ്കിലും ഒരു അപകടത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അപകടം നമ്മളുടെ ഭാവിയിൽ നമ്മളെങ്ങനെ ഓടിക്കുന്നു എന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മളുടെ എന്തെങ്കിലും ഒരു ബന്ധം, ഭൂതകാലത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധം നമുക്ക് പ്രതികൂലമായി
നമ്മൾക്ക് വേദന നൽകുന്നതായി മാറിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ ബന്ധങ്ങളൊക്കെ അങ്ങനെ കാണുന്ന ഒരു പ്രവണത ഉണ്ടാവും. ഇതൊക്കെ ഭൂതകാലം നമ്മളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന, ഭാവിയെ സ്വാധീനിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഭൂതകാലം അത് വെച്ചുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയുക, നന്ദിയുടെ വഴിയിൽ നിന്ന് തെറ്റിച്ച് കളയുക, സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മളെ നരകത്തിലേക്കാക്കി മാറ്റുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മൾ ചിലപ്പോൾ മുൻകാലങ്ങളിൽ ഒരു നല്ല ആളായിരിക്കും, നല്ല ഇബാദത്തുകൾ ചെയ്തിരുന്ന, അള്ളാഹ്ക്ക് ഇണങ്ങിയ പാതയിൽ, നന്ദിയുടെ പാതയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം, ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നക കാദിഹൻ ഇലാ റബ്ബിക കദഹം ഫമുലാഖി, അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വരെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പം ഈ നമ്മളുടെ പ്രയാസങ്ങളെ, പരീക്ഷണങ്ങളെ ഭൂതകാലവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വ്യാഖ്യാനം പിശാച് അവതരിപ്പിക്കും. നമ്മളെ ജീവിതത്തിലുള്ള ഈ പരീക്ഷണം നമ്മളുടെ ഭൂതകാലത്ത് നമ്മൾ ചെയ്തതിൻ്റെ മോശത്തരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു വ്യാഖ്യാനം പലപ്പോഴും പലരുടെയും മനസ്സിൽ പിശാച് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്തതൊക്കെയും ഒരു വിലയുമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ മാർഗം തെറ്റായിരുന്നു എന്നുള്ള ഒരു ചിന്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളുടെ മനസ്സിലിട്ട് തരിക. നമ്മളുടെ കുടുംബത്തിൽ, നമ്മളുടെ ജോലിയിൽ, നമ്മളുടെ ആരോഗ്യത്തിൽ, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണങ്ങളെ ഒന്നായി കാണാതെ, അതിനെ മാറ്റി നിർത്തി കാണാതെ, അതിനെ നമ്മളുടെ ഭൂതകാലത്തേക്ക് നമ്മൾ ബന്ധിപ്പിക്കും. ഞാൻ ഇതുവരെ ചെയ്തതിന് ഒരു വിലയുമില്ലാത്തത് കൊണ്ട്, ഞാൻ ഇതുവരെ ജീവിച്ച പാത യഥാർത്ഥത്തിൽ നല്ലൊരു പാതയല്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ശിക്ഷയാണ് ഇത് എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിലിട്ട് തരും. അപ്പോൾ നമ്മൾ നിരാശരായി മാറുകയും നമ്മളുടെ ഭൂതകാലത്ത് നമ്മൾ ചെയ്ത നന്മകളെ, നല്ല പാതകളെ, നല്ല കർമ്മങ്ങളെ പഴിക്കുകയും ചെയ്യുന്ന, അതിൽ നിരാശ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. ഇപ്പോഴത്തെ പല യുവാക്കൾക്കും സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, വിവാഹം നടക്കുന്നില്ല, നല്ല ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ജീവിതത്തിൻ്റെ വഴികൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി ചിന്തിക്കാതെ എല്ലാം ഭൂതകാലത്തേക്കും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ആളുകളിലേക്കുമൊക്കെ തിരിക്കുക. എൻ്റെ ഉപ്പ ഇങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട്, ഞാൻ ഈ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ട് എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് കൊണ്ടുവന്ന് വഴിപിഴപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചു ഇബ്ലീസുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്ക്. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരിച്ചുപോയി, ഉമ്മ ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വെല്ലിപ്പ, എളാപ്പ, നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന 20ഓളം വർഷം കൂടെ ജീവിച്ച ഖദീജ ബീവി, സാമ്പത്തികമായും വൈകാരികമായും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാ സഹായവും തുണയുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അവരും മരിച്ചുപോയി. മക്കളും ഒരുപാട് അദ്ദേഹത്തിന് മരിച്ചുപോയി. ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഇത്രയധികം മക്കൾ മരിച്ചുപോയി. എല്ലാവരും പറയാൻ തുടങ്ങി, മുഹമ്മദിൻ്റെ ഈ ഇസ്ലാമാണ്, മുഹമ്മദിൻ്റെ ഈ പ്രവാചകത്വവും പ്രവാചക ദൗത്യവുമാണ് മുഹമ്മദിനെ എങ്ങനെ ഒരു ഗതിയില്ലാത്ത ആളാക്കി മാറ്റിയത്. അള്ളാഹിൻ്റെ ശിക്ഷയാണത്. മുഹമ്മദ് മനസ്സിലാക്കിക്കോ, നീ ഈ മാർഗത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിനക്ക് കഴിഞ്ഞു പോയെല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പലരും ആക്ഷേപിച്ചു. പക്ഷേ ഒരടി പോലും അദ്ദേഹം പിന്നോട്ട് വെച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭൂതകാലങ്ങൾ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും ഭൂതകാലത്തേക്ക് പരീക്ഷണങ്ങളെ കൂട്ടിക്കെട്ടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അബ്തർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു, അവർ ശപിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന അഅ്തൈനാക്കൽ കൗസർ. നബിയെ, അവർ പറയുന്ന നന്ദികേടിൻ്റെ വാക്കിലേക്ക് നിങ്ങൾ പോകരുത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാനും അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യാനും നിങ്ങൾ തയ്യാറാവണം. നിരാശ വരുമ്പോൾ ആദ്യം അത് ബാധിക്കുക നമ്മൾ നിസ്കാരത്തെയും നമ്മളുടെ അനുഷ്ഠാനങ്ങളെയുമാണ്. എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയല്ലോ എന്ന ആദ്യത്തെ ചിന്ത പള്ളിയിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നുമാണ് ആദ്യം തടയുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ വരിയിൽ അല്ലാഹ് പറയാണ്, അതുകൊണ്ട് നീ നിസ്കരിക്കണം, നീ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. പരീക്ഷണങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകലാനുള്ളതല്ല. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആരൊക്കെ നിന്നെ കുത്തി പറയുന്നുണ്ടോ അവരൊക്കെയാണ് ഈ ലോകത്ത് സ്മരിക്കപ്പെടാതെ പോകുന്ന, ഒരിക്കലും ആളുകൾ ഗണിക്കപ്പെടാതെ പോകുന്നവരവരാണ്. അതുകൊണ്ട് നീ ഒരിക്കലും പിന്മാറരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അവിശ്വാസിയുടെ വ്യാഖ്യാനം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ മരിക്കുന്ന അവസ്ഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടും അവിടെ പതറാതെ നിന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനമായിരിക്കണം നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇതൊക്കെ എൻ്റെ പാതയുടെ, എൻ്റെ സന്മാർഗത്തിൻ്റെ ഭ്രംശമാണ് എന്നുള്ള ചിന്ത പിശാചിട്ട് തരുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ നമ്മളുടെ മനസ്സ്, നമ്മളുടെ ഈമാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അനുഭവങ്ങൾ നമ്മളെ വഴിതെറ്റിക്കും. നിങ്ങൾ നോക്ക്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൊരു വാദമാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. കുരങ്ങിനും മനുഷ്യനും ഒരു കോമൺ അൻസിസ്റ്റർ ഉണ്ടെന്നും അതിലൂടെ പരിണാമത്തിലൂടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് വന്നതാണ് മനുഷ്യന്മാരും ഇപ്പോഴത്തെ കുരങ്ങന്മാരും എന്നൊക്കെയുള്ള വ്യാഖ്യാനം പല ആളുകളും നിരീശ്വരവാദത്തിന് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന വ്യാഖ്യാനമാണ്, തിയറിയാണ്, സിദ്ധാന്തമാണ്. ഇത് ഉണ്ടാക്കിയതും അവതരിപ്പിച്ചതും ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ ചാൾസ് ഡാർവിൻ ഒരു ദൈവവിശ്വാസിയായിരുന്നു. ജീവിതത്തിൽ മുഴുവൻ ദൈവത്തെ വിശ്വസിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തം അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ചിന്തയിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവമുണ്ട് എന്നത് അദ്ദേഹം സംശയിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ സിദ്ധാന്തമല്ല അദ്ദേഹത്തെ ദൈവത്തിൽ നിന്ന് തിരിച്ചത്. മരണത്തിന് കുറച്ച് കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൽ സംശയമായി. അപ്പം സൈദ്ധാന്തികമായ അടിത്തറയല്ല യഥാർത്ഥത്തിൽ ചാൾസ് ഡാർവിനെ പോലെയുള്ള നിരീശ്വരവാദ വിശ്വാസങ്ങളിലേക്കൊക്കെ ആളുകളെ എത്തിക്കുന്നത് ഈ സൈദ്ധാന്തികമായ അടിത്തറ ഒന്നുമല്ല, നേരെ മറിച്ച് അനുഭവങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാകുമ്പോൾ, പരീക്ഷണം ഉണ്ടാകുമ്പോൾ, എൻ്റെ മകൾ എന്തുകൊണ്ട് മരിച്ചു, നീതിമാനായ കാരുണ്യവാനായ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്തുകൊണ്ട് എൻ്റെ മകളെ മരിപ്പിച്ചു, ഞാനല്ലേ അതിനു മുമ്പ് മരിക്കേണ്ടിയിരുന്നത്, ഇതെന്തൊരു അനീതിയാണ് എന്ന ചിന്ത ഡാർവിൻ്റെ മനസ്സിലേക്ക് വരികയും അവസാന കാലത്ത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ സംശയിക്കുന്നവനായി അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ സിദ്ധാന്തമുണ്ടാക്കിയ, പരിണാമ സിദ്ധാന്തമുണ്ടാക്കിയ വ്യക്തിക്ക് പോലും ആ സിദ്ധാന്തം മതത്തിനെതിരാണ്, ദൈവത്തിനെതിരാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെയും നമ്മളുടെ ഭൂതകാലത്തെയും നമ്മൾ ചെയ്ത നന്മകളെയും ഒക്കെ പഴിക്കുന്ന ഒരു നന്ദികേടിലേക്ക് പിശാച് കൊണ്ടുപോകുക. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തജിദ് അക്സറുഹും ശാക്കിരീൻ, അവരിൽ അധിക ആളുകളെയും നന്ദി ചെയ്യുന്നവരായി നീ കാണൂല. നന്ദി മനസ്സിൽ നിന്ന് കളയും. ഒരുപാട് നന്മകൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ, കണക്കാക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബ് എണ്ണിയാൽ വിരലിൽ എണ്ണാവുന്ന അത്ര എന്തെങ്കിലും ഒരു തിന്മ തരുമ്പോഴേക്കും നമ്മൾ അള്ളാഹ്ക്കെതിരാവാണ്, നന്ദി കെട്ടവരാവാണ്. നമ്മൾ കുഫറിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാണ്. നമുക്ക് നന്ദികേടിൻ്റെ പാത നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. എന്തേ കാരണം? നമ്മൾ ഭൂതകാലത്തിലേക്ക് നമ്മളുടെ എല്ലാ പരീക്ഷണങ്ങളെയും വെച്ച് കെട്ടുകയാണ്. ഇതൊക്കെ അള്ളാഹിൻ്റെ ശിക്ഷയാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കോ എന്നൊക്കെയുള്ള ചിന്ത പിശാചിട്ട് തരാം. ഇതാണ് ഒന്നാമതായി പിശാച് നമ്മളെ ഭൂതകാലങ്ങളിൽ വെച്ചുകൊണ്ട് നമ്മളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മാർഗം. രണ്ടാമത്തേത്, ചിലപ്പോൾ നമ്മളുടെ ഭൂതകാലം തിന്മ നിറഞ്ഞതായിരിക്കും. നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും, ഒരുപാട് ചെയ്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പാപങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിശാച് നമ്മൾ അടുത്ത് വന്നിട്ട് പറയും, ആ കാലത്തേക്ക് തിരിഞ്ഞു വരണം, നിൻ്റെ ഈ നല്ല കാലം, നല്ല കാര്യങ്ങളൊക്കെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉപകാരമൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആസ്വാദനമില്ല, നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു രസമില്ല, നിൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല. നിൻ്റെ ഭൂതകാലം നീ ആലോചിച്ച് നോക്കൂ. ആ ദുശ്ശീലങ്ങളുണ്ടായിരുന്ന, ആ ദുർബന്ധങ്ങളുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നീ സന്തോഷിച്ചിരുന്നവനായിരുന്നു. നിൻ്റെ ബന്ധങ്ങൾ, പാടില്ലാത്ത ബന്ധങ്ങൾ, പാടില്ലാത്ത സൗഹൃദങ്ങൾ, നീ ലഹരിയുടെ അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ലഹരി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം, നിൻ്റെ ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടം, അതൊക്കെ നല്ലതായിരുന്നു എന്ന് തോന്നിപ്പിക്കുക. അതൊന്നും നല്ലതല്ല എന്ന് നമുക്കറിയാം, നമ്മളുടെ ബുദ്ധി അത് പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഓർമ്മകളിൽ നമ്മളുടെ ചീത്ത ഓർമ്മകൾ നല്ലതായിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുക, ഇത് സാധാരണഗതിയിൽ മിക്കവാറും അഡിക്റ്റുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പുതിയ കാല സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞു പോയ അഡിക്ഷൻ ഉണ്ടായിരുന്നൊരു കാലഘട്ടം, ലഹരി ഉപയോഗിച്ചിരുന്ന, മദ്യപാനം നിങ്ങൾ ചെയ്തിരുന്ന, നിങ്ങൾ അവിഹിതമായ മോശമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും വെച്ച് പുലർത്തിയിരുന്ന കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന തിക്തഫലങ്ങൾ, നിങ്ങൾക്കുണ്ടായിരുന്ന മോശത്തരങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് മറന്നുപോകും.
അഡിക്റ്റുകളെ പ്രത്യേകം സൈക്യാട്രിസ്റ്റുകൾ പറയുന്ന, അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു കാര്യമാണിത്. കാരണം നമ്മളുടെ ഹൃദയത്തിൽ പിശാച് വന്നുകൊണ്ട് നമ്മൾ ആ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ, നാം ആ പ്രവർത്തനം ചെയ്തിരുന്നപ്പോൾ നമ്മൾ സന്തോഷിച്ചിരുന്നവരായിരുന്നു, നമുക്ക് നല്ല ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് കബളിപ്പിക്കും. മദ്യപിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മദ്യം കയ്യിൽ കിട്ടിയിരുന്ന സമയത്തുള്ള സന്തോഷം അയാൾ ഓർമ്മിപ്പിക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം ഏതോ ഒരു കുപ്പത്തോട്ടിൽ ആരോ വലിച്ചഴച്ച് കൊണ്ടുപോയി ഇട്ട ആ ഒരു അനുഭവം നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിരുന്നപ്പോൾ നമസ്കാരം കളഞ്ഞിരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്തിരുന്നത്, ചില സൗഹൃദങ്ങളിൽ നമ്മൾ അള്ളാഹിനെ മറന്ന്, ധാർമ്മികത മറന്ന്, മനുഷ്യത്വം മറന്ന് പലതും ചെയ്തു കൂട്ടിയിരുന്നത്, ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നേരെ മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സന്തോഷങ്ങൾ, കളിയും ചിരിയും അതുപോലെ തന്നെ യാത്രകളും, ഇത് മാത്രം നമ്മളെ മനസ്സിൽ ഓർമ്മിപ്പിക്കും. അതാണ് പിശാചിൻ്റെ ഒരു മാർഗം. അതുകൊണ്ട് നമുക്ക് ആ ഓർമ്മകളിൽ ചീത്തയായ ഓർമ്മകൾ അത് നമ്മളെ മനസ്സിലുണ്ടാവണം. ആ കാലത്ത് നമുക്കുണ്ടായിരുന്ന, ഭൂതകാലത്ത് നമ്മൾ തിന്മ ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട ഓർമ്മകൾ എഴുതി വെക്കണമെന്ന് അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാൻ കാരണം. നമ്മൾ ചിലപ്പോൾ ഭൂതകാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആരും അറിയാത്ത തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും. ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാത്ത, നമുക്ക് ഏറ്റവും അടുത്തവർക്ക് ആർക്കും അറിയാതിരുന്ന ചില തിന്മകളൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അത് അറിയാവുന്ന ചില ആളുകൾ ഉപയോഗപ്പെടുത്തും. നമ്മളെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, വഴിതെറ്റിപ്പിക്കാൻ, നമ്മളെന്തെങ്കിലും ഒരു നല്ല മാർഗം, നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തിന്മ എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മളെ ദുർബലരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാവും. അത് ചിലപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നീയൊക്കെ ഇങ്ങനെ നടന്നിരുന്നല്ലേ, നിൻ്റെയൊക്കെ ഭൂതകാലം വലിയ തിന്മകളുടെയും മോശത്തരങ്ങളുടെയും ആയിരുന്നില്ല, ഇപ്പോൾ നീ വലിയ നന്മയുടെ ആളായി മുത്തക്കിയായി നടക്കാണോ എന്നൊക്കെ പറയുന്ന വർത്തമാനം നന്മ ചെയ്യുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുണ്ടാവും. പലരും കുത്തിപ്പറയും. പല കുടുംബത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും നാട്ടുകാരിലും പെട്ട ആളുകൾ പറയും, നീയൊക്കെ ഇങ്ങനെ ചെയ്തിരുന്ന ആളല്ലേ, നീയൊക്കെ ഇങ്ങനെ നടന്നിരുന്ന ആളല്ലേ, ഇപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ നീ വരികയാണോ എന്ന് ഭൂതകാലത്തെ വെച്ചുകൊണ്ട് നമ്മളെ ഭാവിയെ നശിപ്പിക്കാൻ, നമ്മളുടെ നന്മയുടെ വർത്തമാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ഒരു മനുഷ്യനും അത്തരം ഭൂതകാലങ്ങളിൽ നിന്ന് വിമുക്തരായ ആളുകളായിരിക്കില്ല. പലർക്കും കുറഞ്ഞും കൂടിയും മോശത്തരങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. 99 ആളുകളെ കൊന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് പശ്ചാത്താപമുണ്ടോ, എനിക്ക് നല്ലൊരു ജീവിതമുണ്ടോ? നിനക്ക് നല്ല ജീവിതം ഇല്ല, നിന്റെ ജീവിതം കഴിഞ്ഞു. ആ 99 പേരുടെ ജീവൻ ഹനിക്കുക എന്ന പാപം ചെയ്തതോടുകൂടി നിന്റെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആളെയും കൂടി അയാൾ കൊല്ലുകയാണ്. 100 തികച്ച് മറ്റൊരു പണ്ഡിതൻ്റെ അടുത്തേക്ക് വരുന്നു. അയാൾ പറഞ്ഞു, എന്ത് തന്നെ ചെയ്താലും, എന്താണ് നിന്റെ ഭൂതകാലമെങ്കിലും നിന്റെ ഭാവി എങ്ങനെയുണ്ട് എന്നതിനനുസരിച്ചിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നോക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് നീ പോകണം, ഈ നാട്ടിൽ നിന്ന് പോകണം. നമുക്കൊരിക്കലും നമ്മളെ നന്നാക്കാൻ സഹായിക്കാത്ത ഭൂമികയുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകണം. നമ്മളുടെ ഒരു സൗഹൃദത്തിലാണ് നമ്മളുടെ ഭാവി എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബ സദസ്സിലാണ് നമ്മളുടെ എല്ലാ ഭാവി കാലത്തെ തിന്മയും ചർച്ച ചെയ്യുന്നത്, നമ്മളെ നിരാശപ്പെടുത്തുന്നത്, നമ്മളെ കുത്തിപ്പറയുന്നത് എങ്കിൽ അവിടെ നിന്ന് നീങ്ങിപ്പോകണം. നല്ല സൗഹൃദ വലയങ്ങൾ, നല്ല കുടുംബ വലയങ്ങൾ, നല്ല സാമൂഹിക വലയങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അവിടെ കൂടണം. നമ്മളുടെ ഭാവിയെ ഓർമ്മപ്പെടുത്തുന്നവരുടെ ഒപ്പം നമ്മൾ ജീവിക്കരുത്. അങ്ങനെ നമ്മളുടെ ഭാവിയെ നന്നാക്കാൻ ഒരിക്കലും നമ്മളുടെ ഭൂതകാലത്തെ തിന്മ അതൊരു തടസ്സമാവരുത്. അങ്ങനെ ആ മനുഷ്യൻ പോകുന്നതിനിടയിൽ അവിടെ എത്തിയിട്ടില്ല, അയാളുടെ ഭാവിയിലേക്ക് അയാൾ എത്തിയിട്ടില്ല, ഭാവി സമൂഹത്തിലേക്ക്, ഭാവി സുഹൃത്തുക്കളിലേക്ക്, ഭാവി ബന്ധങ്ങളിലേക്ക് അയാൾ എത്തിയിട്ടില്ല. പക്ഷേ അയാളുടെ മനസ്സിൽ അങ്ങോട്ടുള്ള യാത്രയുണ്ട്. അതുകൊണ്ട് അയാൾ സ്വർഗത്തിൽ പോയി എന്ന് പഠിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇത്തരക്കാർ ഭൂതകാലം പറഞ്ഞ് നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുവരാൻ, നമ്മളുടെ നന്മ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും. ഒരുപാട് വലിയ പ്രവാചകന്മാർക്ക് പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കഥ നിങ്ങൾ നോക്ക്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റുന്നുണ്ട്. ആ തെറ്റ് ഒരിക്കലും വൻ പാപമല്ല എന്നതിൽ എല്ലാ പണ്ഡിതന്മാർക്കും ഉറപ്പുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. അത് ചെറുപാപമാണോ, അത് തെറ്റാണോ, എന്താണ് അതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ മാറ്റിവെക്കുക. നമ്മളുടെ ആ വിഷയത്തിലേക്ക് നമ്മൾ നോക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹം രാത്രിയിൽ നടക്കുന്നതിനിടയിൽ കണ്ട കാര്യം എന്താണ്? 2 ആളുകൾ തമ്മിൽ തർക്കിക്കുന്നതാണ്. ആ തർക്കത്തിൽ ഇടപെട്ടു.
അദ്ദേഹം ഫവക്കസഹു മൂസ ഫഖള അലൈഹി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം മറ്റാളെ ശത്രുവിനൊന്ന് തള്ളിമാറ്റുന്നതിനിടയിൽ ആ മനുഷ്യൻ മരിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം പറഞ്ഞത് ഹാദ മിൻ ആമലി ശൈത്വാൻ ഇന്നഹു അദുവ്വും മുളില്ലും മുബീൻ, ഇത് പിശാചി എൻ്റെ മനസ്സിലൂടെ ഉണ്ടാക്കിയ ഒരു ദുർപ്രവർത്തനമാണ്, തീർച്ചയായും അവൻ വ്യക്തമായ ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം പശ്ചാത്തപിക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തു. ഫഗഫറല, വിശുദ്ധ ഖുർആൻ പറയുന്നു അദ്ദേഹത്തിന് നാം പുറത്തു കൊടുത്തു. ഇന്നഹുൽ ഹുവൽ ഗഫൂർ റഹീം, അല്ലാഹ് എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാവരോടും കാരുണ്യം ചെയ്യുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ആ ചെയ്ത തെറ്റ് അത് അല്ലാഹു സുബ്ഹാനഹു തആല അപ്പോൾ തന്നെ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു തആല തിരഞ്ഞെടുത്തു. ഇങ്ങനെയൊരു ഭൂതകാലം ഇദ്ദേഹത്തിനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കിയില്ല, പക്ഷെ മനുഷ്യന്മാർ നോക്കും. ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്തോ എങ്കിൽ ഇയാൾക്ക് എന്ത് അർഹതയാണ് ഇതൊക്കെ പറയാൻ എന്ന് പറയുന്ന മനുഷ്യന്മാരാണ് നമ്മളോടൊപ്പം ജീവിക്കുന്നത്. ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല അത്. മൂസാ നബി അലൈഹി ഇസ്ലാമിയെ നബിയായി തിരഞ്ഞെടുക്കുമ്പോഴും ഈ ബ്ലാക്ക് മെയിൽ മെറ്റീരിയൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭൂതകാലത്ത് സംഭവിച്ചു പോയ ഈ തെറ്റ് ഇതെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അള്ളാഹിനോട് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു തആലയോട് സംസാരിക്കുന്ന വാചകം നമുക്ക് കാണാം. ഇത് നാദ റബ്ബുക മൂസ അനതിൽ ഖൗമിൽ ളാലിമീൻ ഖൗമ ഫിർഔൻ അലാ യത്തഖൂൻ. മൂസയെ അള്ളാഹു സുബ്ഹാനഹു തആല വിളിച്ച സന്ദർഭം, മൂസ നീ നിൻ്റെ ജനങ്ങളിലേക്ക് പോകണം, അവർ വഴിതെറ്റിയിരിക്കുകയാണ്, അക്രമികളായിരിക്കുകയാണ്, അവരെ മുന്നറിയിപ്പ് നൽകണം, ഫിർഔനോട് നീ സംസാരിക്കണം, അള്ളാഹിനെ ഭയപ്പെടുന്നില്ലേ എന്ന് അവരോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഈ കാര്യം എടുത്തിടാൻ മൂസാ നബി ചോദിച്ചു, റബ്ബി എൻ്റെ രക്ഷിതാവേ ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പേടി, എന്നെ അവർ വിശ്വസിക്കൂല, ഞാൻ കള്ളനാണ് എന്ന ഒരു വാചകമായിരിക്കും അവർ പറയുക. വയലീഖു സദ്രി വലാ യൻതലിഖു ലിസാനി ഫഅർസിൽ ഇലാ ഹാറൂൻ, എൻ്റെ സംസാരം വളരെ കുടുസായി പോകുക, എൻ്റെ ഹൃദയം കുടുസായി പോകുക, എൻ്റെ നാവിന് കൊഞ്ഞം വരും, എനിക്ക് കറക്റ്റ് സംസാരിക്കാൻ കഴിയില്ല, എൻ്റെ സംസാരത്തിൽ മോശത്തരമുണ്ട്, എൻ്റെ സംസാര ശൈലി അത് മോശമാണ്, അതുകൊണ്ട് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഹാറൂനെ നീ നബിയായി നിശ്ചയിക്കണം എന്ന് അദ്ദേഹം പറയാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യുഖ്തലൂൻ, അവർക്ക് എന്നെ പറ്റിയിട്ടൊരു തിന്മ പറയാനുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തത് അവർക്ക് പറയാനുണ്ട്, ഒരു കുറ്റകൃത്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അതവർ പറഞ്ഞിട്ട് എന്നെ വധശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ട് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറയാണ്. ഇത് ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യന്മാർ, നല്ല പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ, അവർ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വൈകാരികതയിൽ ചെയ്തു പോയ തിന്മകളുടെ ക്ലിപ്പിട്ടുകൊണ്ട്, ഫോൺ കോളുകൾ എടുത്തുകൊണ്ട്, ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട്, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് മെയിലുകൾ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് എതിരെ ആദർശ പ്രബോധനം അവസാനിപ്പിക്കാൻ വേണ്ടി ഫിർഔനും അദ്ദേഹത്തിൻ്റെ സംഘവും ചെയ്ത അതേ പരിപാടിയാണിത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് മെയിൽ അവൻ്റെ പ്രബോധനത്തിൻ്റെ മാർഗ്ഗമല്ല. ഒരു മനുഷ്യന് ഭൂതകാലത്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തലല്ല പ്രബോധനം എന്ന് പറയുന്നത്. ഫിർഔൻ ചെയ്തത് നിങ്ങൾ നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൂസാ നബിയോട്, നീ പേടിക്കണ്ട, കല്ലാ ഫദ്ഹബ ബി ആയാതിന, എൻ്റെ ആയത്തുകൾ എൻ്റെ ദൃഷ്ടാന്തങ്ങളും വെച്ച് നീ പൊയ്ക്കൊള്ളൂ, രണ്ടുപേരും പൊയ്ക്കൊള്ളൂ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കല്ല, അങ്ങനെ ഒന്നും നടക്കൂല. ഇന്നാ മഅക്കും മുസ്തമിഊൻ, ഞാൻ നിങ്ങളോടൊപ്പം കേൾക്കുന്നവരായി സൂക്ഷ്മമായി ശ്രവിക്കുന്നവനായി ഞാനുണ്ട്. ഫഅതിയ ഫിർഔൻ ഫഖൂല ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഫിർഔൻ്റെ അടുത്ത് വന്നുകൊണ്ട് ധൈര്യമായി പറഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അങ്ങനെ ഫിർഔൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഫിർഔനോട് ഈ ദൗത്യമൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹിനെ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ തൗഹീദ് പരിചയപ്പെടുത്തി, ഫിർഔൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ, ഇസ്രായേലരോട് ചെയ്യുന്ന അടിമത്തവൽക്കരണം ഒക്കെ പറഞ്ഞപ്പോൾ ഫിർഔൻ ആദ്യമായി എടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. സൂറത്തു ശുഅറായിൽ നമുക്ക് കാണാം, അലം നുറബ്ബിക ഫീന വലീദൻ വലബിസ ഫീന മിൻ ഉംരിക സിനീൻ, ഞാൻ നിന്നെ നല്ലോണം വളർത്തിയിട്ടില്ലേ, ഞങ്ങളോടൊപ്പം നല്ല രൂപത്തിൽ ജീവിക്കാൻ നിനക്കുള്ള ഗതി ഉണ്ടാക്കി തന്നില്ലേ ഞാൻ എന്ന് ഫിർഔൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കുകയാണ്. രണ്ടാമത്തത് ഫിർഔൻ ചോദിക്കുന്നത് വഫഅൽത ഫഅലതകല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ, നീ ചെയ്തതായ ആ പ്രവർത്തനം നീ ചെയ്തപ്പോൾ അപ്പോഴും നിനക്ക് ശിക്ഷ ഒന്നും കിട്ടിയില്ലല്ലോ. ഫിർഔൻ്റെ ആ ശൈലി നിങ്ങൾ നോക്ക്.
ആ പ്രവർത്തനം എന്താണ്, അദ്ദേഹത്തിൻ്റെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതക കുറ്റം അതെടുത്തു പറയുന്നില്ല. നീ ചെയ്ത പ്രവർത്തനം നീ ചെയ്തപ്പോൾ എന്നാണ് പറഞ്ഞത്. ഇതാണ് ബ്ലാക്ക് മെയിലിൻ്റെ ഒരു ഇത്, ആളുകളെ പേടിപ്പിക്കുക, അത് പറയുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കുക, പക്ഷെ പറയില്ല. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ഭൂതകാലത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം വെച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നീ ചെയ്ത ഇന്ന കാര്യം ഞാൻ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിന്റെ കഥ കഴിഞ്ഞു, അതുകൊണ്ട് നീ ഇതിൽ നിന്നും പിന്മാറണം, നീ പ്രബോധനത്തിൽ നിന്ന് പിന്മാറണം, നീ നന്മയുടെ സദസ്സിൽ നിന്ന് പോകണം, നിന്നെ ഇനി ഒരിക്കലും സമൂഹത്തിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറയാൻ ബ്ലാക്ക് മെയിലിൻ്റെ ആളുകളുണ്ടാകും. ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ലത്, ഫിർഔനിൻ്റെ സ്വഭാവമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്കത് പരിചയപ്പെടുത്തിയത്. പക്ഷേ അപ്പോഴൊക്കെ ഒരു വിശ്വാസിക്ക് ഓർമ്മ ഉണ്ടാകണം, കല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരിക്കലുമില്ല, നിന്നെ നശിപ്പിക്കാൻ ആ തിന്മ പറഞ്ഞുകൊണ്ട് അവർക്ക് സാധിക്കില്ല. ഫദ്ഹബാ ബി ആയാതിന, സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ ആയത്തുകൾ പ്രചരിപ്പിക്കാൻ നീ മുന്നോട്ട് പോയിക്കൊള്ളുക. ഇന്നാ മഅകും മുസ്തമിഊൻ, നാം എന്തൊരു ഉദ്യമം തുടരുന്നുവോ അത് നല്ലതാണ് എങ്കിൽ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മളുടെ വിഷമവും പേടിയും അറിയുന്ന രക്ഷിതാവ് നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന ആ ഒരു ധൈര്യം നമ്മളുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫിർഔൻ അത് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ശരിയാണ്, എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അനമിന ളാലീൻ, അത് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തത് തിന്മയാണ്, എനിക്ക് വഴികേടാണ് ആ സമയത്ത് സംഭവിച്ചത് എന്ന് അദ്ദേഹം പരസ്യമായി അംഗീകരിച്ചു. ഉടനെ ഫിറോന് മറ്റൊന്നും പറയാനില്ല. ഫിറോൻ പിന്നീട് ചോദിക്കുന്നത്, വമാ റബ്ബുൽ ആലമീൻ, എങ്കിൽ നിന്റെ രക്ഷിതാവായ അല്ലാഹ് അത് ആരാണെന്ന് പറയൂ. താത്വികമായ ചർച്ചയിലേക്ക് പിന്നീട് വഴിമാറുന്നത് നമ്മൾ കാണാൻ. അള്ളാഹുവിൻ്റെ സഹായം നല്ല മനുഷ്യന്മാർക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാഫ ഖൗമൻ, ഒരു സമൂഹം എന്തെങ്കിലും രഹസ്യം പരസ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ നശിപ്പിക്കാനോ നമ്മളുടെ ഉദ്യമത്തിൽ നമ്മളെ പിന്മാറാനോ നമ്മളെ വഴിതെറ്റിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ, സമൂഹത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം, അവരുടെ തൊണ്ടക്കുഴിയിൽ ഞാൻ നിന്നെ പ്രതിഷ്ഠിക്കുന്നു അല്ലാഹുവേ, വനഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മളുടെ ഭൂതകാലത്തെ, നമ്മളുടെ ഭാവിയെയും വർത്തമാനത്തെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും ഇബ്ലീസിൽ നിന്നും പിശാചിൽ നിന്നും ഉണ്ടാകും. അതിലൊന്നും അകപ്പെടാതെ മുന്നോട്ട് നീങ്ങാൻ, ധൈര്യപൂർവ്വം നന്മയുടെ മാർഗത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇബ്ലീസും അവൻ്റെ അനുയായികളായ പിശാചുക്കളും നമ്മളെ ഭൂതകാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നന്ദികേടിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന മറ്റൊരു മാർഗമാണ് നമ്മളുടെ ഭൂതകാലത്തെ മറപ്പിക്കുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വന്ന വഴി മറക്കരുത് എന്ന്. നമ്മൾ ദരിദ്രരായിരുന്ന സമയത്ത് നമ്മളെ സഹായിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. നമ്മളെ സഹായിച്ച, നമുക്ക് സഹായമായിക്കൊണ്ട്, നമുക്ക് ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് സഹായങ്ങൾ നൽകിയ മനുഷ്യന്മാരുണ്ടാകും. അവരെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ധന്യതയിൽ നമുക്ക് പണമുണ്ടാകുമ്പോൾ മറന്നുപോകും. ഈ വന്ന വഴി, ഭൂതകാലം മറന്നുപോകുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. അതിന് നമ്മൾ നന്ദി ചെയ്യുന്നവരാകണമെങ്കിൽ, മറക്കാത്തവരാകണമെങ്കിൽ, മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുന്നവർ, നന്മയുടെ ഉദ്യമങ്ങളെയും മാർഗങ്ങളെയും അള്ളാഹുവിൻ്റെ മാർഗത്തെയും ഒക്കെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നവരായിക്കൊണ്ട് നമ്മൾ മാറണം. നമ്മൾക്ക് പരിപാലകരില്ലാതെ നമ്മൾ നിരാലംബരായ, ആരും കൂടെയില്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുണ നൽകിയിട്ടുണ്ടാവും. തുണക്കുന്ന മനുഷ്യന്മാരെ നമ്മളോടൊപ്പം നൽകിയിട്ടുണ്ടാവും. നമ്മളുടെ ഭാര്യമാരായിക്കൊണ്ട്, നമ്മളുടെ മാതാപിതാക്കളായിക്കൊണ്ട്, നമ്മളുടെ മക്കളായിക്കൊണ്ട്, നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ഇവരോടൊക്കെ നന്ദി വെച്ച് പുലർത്താൻ, അവർക്കെന്തെങ്കിലും ഒരു വിപത്ത് വരുമ്പോൾ ഓടിയെത്താൻ ഉള്ള നന്ദി, കൃതജ്ഞതയുടെ മാർഗം നമുക്കുണ്ടാവണം. അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. നമ്മൾ വഴിപിഴച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗവും തൗഹീദും സുന്നത്തും എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകും. ആ ഹിദായത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സംഘടനയും പണ്ഡിതന്മാരും പ്രഭാഷകരുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അവരൊക്കെ നമ്മൾ മറന്നു പോകുന്ന നന്ദികേടിൻ്റെ ഒരു രൂപത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, എനിക്ക് കിട്ടിയ സന്മാർഗം മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും
അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായി നമ്മൾ മാറണം. ദഅ്വാ രംഗങ്ങളിൽ, സംഘടനാ രംഗങ്ങളിൽ നമ്മൾ സജീവമായി ഉണ്ടാകണം. നമ്മളെ സഹായിച്ച, നമ്മൾക്ക് സന്മാർഗത്തിൻ്റെ ദൂത് തന്ന സംഘടനയും പണ്ഡിതന്മാരും സംഘവുമൊക്കെയായി ചേർന്ന് നിൽക്കാൻ, അവരെ വിജയിപ്പിക്കാൻ, അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയൊക്കെ കടപ്പാടിൻ്റെ മാർഗമാണ് യഥാർത്ഥത്തിൽ ഭൂതകാലത്ത് നമുക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങളെ മറന്നു പോകാതിരിക്കാൻ ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ട് ആ കടപ്പാടുകൾ വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൂചന നൽകാനുള്ളത്, കേരള ജമിയത്തുൽ ഉലമ 100 വർഷമായിക്കൊണ്ട് നമ്മളുടെ ഈ നാട്ടിൽ സന്മാർഗത്തിൻ്റെ ദൂതുമായി വന്ന് ഒരുപാട് മനുഷ്യന്മാരെ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച പണ്ഡിതന്മാരുടെ ഒരു സംഘടന KJU, കേരള ജമിയത്തുൽ ഉലമ. ജമിയത്തുൽ ഉലമയുടെ ബഹുജന സമ്മേളനം നവംബർ 16-ാം തീയതി ഞായറാഴ്ച 4:30 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന് മുന്നിൽ നടന്ന മഹാമനീഷികളുടെ കൂട്ടായ്മയാണ് കേരള ജമിയത്തുൽ ഉലമ. വിശ്വാസത്തിലും കർമ്മത്തിലുമെല്ലാം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും മാർഗമറിയാതിരുന്ന ജനങ്ങളെ എന്താണ് ഖുർആനെന്നും ഹദീസുമെന്നും പഠിപ്പിച്ച വലിയ ഒരു പണ്ഡിത സംഗമം അല്ലെങ്കിൽ പണ്ഡിത സംഘം നിലകൊണ്ട ഒരു മാർഗം. ആ മാർഗത്തിലേക്ക് നമ്മൾ ഭാഗമാവുക, നമ്മൾ അതിലേക്ക് പങ്കെടുക്കുക, ആ സന്ദേശങ്ങൾ മറ്റു മനുഷ്യന്മാർക്കും എത്തിച്ചു കൊടുക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വന്ന വഴി, ഭൂതകാലത്തിലെ നന്മകൾ, അനുഗ്രഹങ്ങൾ മറക്കുന്നവരിൽ പെടാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ള, കൃതജ്ഞതയുള്ള മനസ്സ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുടെ നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായങ്ങൾ ചെയ്ത സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.